പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1965 മുതൽ 1989 മുതൽ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള റൊമാനിയയെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഏകാധിപതി ഉണ്ടായിരുന്നു. ആ ഏകാധിപതിയെ 1989 അവിടുത്തെ ഭരണകൂടം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ആ ഏകാധിപതിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും. അദ്ദേഹത്തിൻ്റെ പേരാണ് നിക്കോള ചെഷസ്ക്യൂ. ഈസ്റ്റ് യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലുള്ള ഏകാധിപതികൾ ഉണ്ടായിരുന്നു. പക്ഷേ നിക്കോള ചെഷസ്ക്യൂവിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം 1965 മുതൽ 1989 വരെ റൊമാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. റൊമാനിയയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. 1967 മുതൽ 1987 വരെ അദ്ദേഹം റൊമാനിയയുടെ രാഷ്ട്ര തലവനായിരുന്നു. 1974 മുതൽ അദ്ദേഹം അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായും ആ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായും അദ്ദേഹം ഭരിച്ചു. ഈസ്റ്റ് യൂറോപ്പിൽ അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും കുപ്രസിദ്ധനായിരുന്നു നിക്കോള ചെഷസ്ക്യൂ. 1989 റൊമാനിയയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമരത്തിൽ അദ്ദേഹം അധികാരഭ്രഷ്ടനാക്കപ്പെടുകയും പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വധിക്കപ്പെടുകയുമാണ് ചെയ്തത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ആ നിക്കോള ചെഷസ്ക്യൂവിൻ്റെ ഈ പറഞ്ഞ പോലെ സ്വത്ത് സമ്പാദനം, അതിൻ്റെ വിശദാംശങ്ങൾ അതൊക്കെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുള്ളതാണ്. അയാളുടെ സ്വർണ്ണശേഖരം, ചെരുപ്പുകളുടെ ശേഖരം, കെട്ടിടങ്ങൾ, പിന്നെ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ കക്കൂസിൻ്റെ ക്ലോസറ്റ്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് കേട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഞെട്ടിത്തരിച്ച് ഇരുന്നിട്ടുള്ളതാണ്. നിക്കോള ചെഷസ്ക്യൂ 1989 വധിക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ദുസ്വപ്നങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വല്ലപ്പോഴുമെങ്കിലും കാണാറുണ്ട്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ നിക്കോള ചെഷസ്ക്യൂവിനെ ഇപ്പോൾ ഓർക്കാൻ ഇടയായത് എന്ന് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നിക്കോള ചെഷസ്ക്യൂവിനെ ഈ ഇന്ത്യയിലെ ഈ മൂലയിലുള്ള ഈ ചെറിയ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഞാൻ ഓർക്കാൻ ഇടയായതിൻ്റെ കാരണം ഇന്ന് മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയുടെ തലവാചകം ഇങ്ങനെയാണ്: 3 രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനം, ഭാര്യയും കൊച്ചുമകനും ഒപ്പം. അതാണ് ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബവുമൊത്ത് 2 ആഴ്ചത്തെ വിദേശയാത്രയിൽ. ഇന്തോനേഷ്യയും സിംഗപ്പൂരും UAEയും സന്ദർശിക്കും. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും 2-ാം തീയതി മുതൽ വിദേശത്താണ്. സ്വകാര്യ സന്ദർശനമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല, കൊച്ചുമകൻ എന്നിവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിച്ചത്. 12-ാം തീയതി വരെ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ഇന്തോനേഷ്യയിലായിരിക്കും. തുടർന്ന് 18 വരെ സിംഗപ്പൂരിലും, അതിനുശേഷം 21 വരെ UAEയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. 2-ാം തീയതി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും UAEയിൽ പോയി. അവർ ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും മുഖ്യമന്ത്രിക്ക് ഒപ്പമാണ് ഇരുവരും യാത്ര ചെയ്യുക. മുഖ്യമന്ത്രിയും കുടുംബവും മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച ശേഷമാണ് വിദേശത്തേക്ക് പോയത്. സുഹൃത്തുക്കളെ, കേരളത്തിനെ കുറേ നാളുകളായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വിദേശ യാത്രയെക്കുറിച്ച് വായിച്ചപ്പോഴാണ് റൊമാനിയയിൽ ഈ പറഞ്ഞതുപോലെ 1965 മുതൽ 1989 വരെ റൊമാനിയയെ അടക്കി ഭരിച്ചിരുന്ന റൊമാനിയൻ ഏകാധിപതിയായിരുന്ന നിക്കോളസ് ചെഷസ്ക്യൂവിനെ കുറിച്ചിട്ട് ഞാൻ ഓർക്കാനിടയായത്. സുഹൃത്തുക്കളെ, എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 2016 മുതൽ 2021 വരെയും 2021 മുതൽ ഇപ്പോൾ 2024 വരെ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ. അദ്ദേഹത്തെ ഞാൻ ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചവിട്ടടിയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റും. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പിലാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ പാർട്ടിക്കും ഈ ഗവൺമെൻറ്റിനും ഉള്ളൂ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ കടുത്ത ചൂടിൽപ്പെട്ട് ചുട്ടെരിയുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൽ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെ അതിൻ്റെ അങ്ങേയറ്റമാണ്. സാമ്പത്തിക നില ഏറ്റവും കൂടുതൽ തകരാറിലാണ്. അഴിമതി അതിൻ്റെ പരകോടിയിലാണ്. ഭൂമി കയ്യേറ്റവും ഈ പറഞ്ഞതുപോലെ പോലീസ് അതിക്രമങ്ങൾ, അതൊക്കെ അതിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദുഃഖവും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ദുഃഖവും ദുരിതവും അനുഭവിച്ചുകൊണ്ട് ദുരിതക്കയത്തിൽപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ ഉഴലുമ്പോൾ, നട്ടം തിരിയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം 6 ദിവസം ഇന്തോനേഷ്യയിലായിരിക്കും, 6 ദിവസം സിംഗപ്പൂരിലായിരിക്കും,
അതിനുശേഷം UAE-യിലായിരിക്കും. അദ്ദേഹം ആ രാജ്യങ്ങളിലേക്ക് ഭാര്യ, മകൾ, മരുമകൻ, കൊച്ചുമകൻ എന്നിവരുമായി അദ്ദേഹം ആ രാജ്യങ്ങളിലേക്ക് അർമാദിക്കാൻ പോവുകയാണ്. അദ്ദേഹം ആ രാജ്യങ്ങളിലേക്ക് ഉല്ലസിക്കാൻ പോവുകയാണ്, സന്തോഷിക്കാൻ പോവുകയാണ്. ആലോചിച്ച് നോക്കുക, ആരാണ് അദ്ദേഹം? അദ്ദേഹം ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണോ സുഹൃത്തുക്കളെ? അദ്ദേഹം ഏതെങ്കിലും കുത്തക കമ്പനിയുടെ തലവനാണോ? അദ്ദേഹം എന്തെങ്കിലും ഒരു സ്വകാര്യ സംരംഭം നടത്തിക്കൊണ്ടുപോകുന്ന ആളാണോ? അല്ല. അദ്ദേഹം ഒരു വിപ്ലവ തൊഴിലാളി വർഗ പാർട്ടിയെ നയിക്കുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ. അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവം എന്താണ്? ഒരു ചെത്തുകാരൻ, സാധാരണ ചെത്തുകാരനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ മകനായി ജനിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന് കൊടിയ മർദ്ദനങ്ങളൊക്കെ നേരിട്ട് പാർട്ടി പ്രവർത്തനം നടത്തി പാർട്ടിയിലൂടെ അധികാരത്തിൽ വന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി അതിനുശേഷം പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി മാറിയ ഒരാളല്ലേ അദ്ദേഹം? അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അദ്ദേഹം ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവല്ലേ? അദ്ദേഹത്തിന് എവിടെയാണ് സ്വകാര്യത? കമ്മ്യൂണിസ്റ്റ് നേതാവിന് സ്വകാര്യത എവിടെയാണ്? കമ്മ്യൂണിസ്റ്റ് നേതാവിന് രണ്ട് വ്യക്തിത്വം എവിടെയാണ് സുഹൃത്തുക്കളെ? എന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അയാൾ സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു. സമ്പന്ന രാജ്യങ്ങളിൽ ആർത്തുല്ലസിക്കാൻ പോകുന്നു, അർമാദിക്കാൻ പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന്. സ്വകാര്യ സന്ദർശനം എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങളിൽ സ്വകാര്യ സന്ദർശനത്തിന് പോകാൻ അയാൾക്ക് പണം എവിടുന്നാണ് സുഹൃത്തുക്കളെ? അയാൾക്ക് എവിടുന്നാണ് വരുമാനം? അയാൾക്കാകെയുള്ള വരുമാനം അയാളുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളുമൊക്കെ അല്ലേ? അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി, എത്രയോ ലക്ഷക്കണക്കിന് രൂപ വേണം അയാൾക്ക് ഈ രാജ്യങ്ങളിൽ ഉല്ലസിക്കാനും അർമാദിക്കാനും പോകാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഹീനനായൊരു മനുഷ്യനാണ് ഇയാൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ? നിസ്വരും ദരിദ്രരുമായിട്ടുള്ള തൊഴിലാളികളും തൊഴിലാളി വർഗ്ഗങ്ങളും മറ്റ് വിഭാഗങ്ങളുമല്ലേ ഈ പാർട്ടിയുടെ അടിത്തറ? അവർ വോട്ട് ചെയ്തല്ലേ ഇയാളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്? അവരല്ലേ ഇയാളെ വോട്ട് ചെയ്ത് ഒന്നും രണ്ടും തവണ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്? ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിലെ നിസ്വരും ദരിദ്രനുമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി, വിവിധ ജനങ്ങൾക്ക് വേണ്ടിയും ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഇയാൾ ആരുടെ ദാസനായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് അയാൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ ഇത് തന്നെയായിരുന്നു പണ്ട് മുതൽ എന്നേ നമുക്കറിയാം. അയാൾ ഒരു കാലത്തും അയാൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. അതിന് എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനകം എത്രയോ രാജ്യങ്ങൾ അയാൾ സന്ദർശിച്ചു കഴിഞ്ഞു. എത്രയോ സമ്പന്ന രാജ്യങ്ങളിൽ അയാൾ പാർത്തു കഴിഞ്ഞു. എത്രമാത്രം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അയാൾക്കെതിരെ ഉണ്ടായി. അത് വല്ലതും അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമാണോ? അയാൾ രോമം പോലെയല്ലേ അതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 2005 അയാൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് CPM എന്ന് പറഞ്ഞ പാർട്ടി ADB വായ്പയ്ക്കെതിരെ കളക്ട്രേറ്റുകളിൽ ഉപരോധം പ്രഖ്യാപിച്ച് ഉപരോധം നടക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യയുമായി സിംഗപ്പൂർ സന്ദർശനം നടത്തിയത് നമുക്ക് ഓർമ്മയില്ലേ? ഇവിടെ പാർട്ടി ADB വായ്പയ്ക്കെതിരെ കളക്ട്രേറ്റുകൾക്ക് ചുറ്റും ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അയാൾ ഭാര്യാസമേതനായി സിംഗപ്പൂരിലേക്ക് ആർമാദിക്കാൻ പോയത്, ആർത്തുല്ലസിക്കാൻ പോയത്. ഓർമ്മയില്ലേ? ആ യാത്രയെക്കുറിച്ച് പിന്നീട് വന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷമായി വിമർശിച്ച T. ശശിധരൻ എന്ന് പറയുന്ന ആ തീപ്പൊരി നേതാവുണ്ടല്ലോ, അന്നത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, അയാളുടെ അവസ്ഥ പിന്നീട് എന്തായിരുന്നു? ഇപ്പോൾ ആ പാവപ്പെട്ടവനെ എന്തോ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലേക്കോ മറ്റെടുത്ത് എവിടെയോ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ പാർട്ടിയെ വിറ്റ് കാശാക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. അയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അയാളെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നുള്ളതും അയാൾക്ക് പ്രശ്നമല്ല. അയാൾക്കാകപ്പാടെയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആർമാദിക്കുക, ഉല്ലസിക്കുക, സന്തോഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഇതാണോ കമ്മ്യൂണിസം? അതായത് വലിയ ബൂർഷ്വാ പാർട്ടിയുടെയൊക്കെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിലുള്ള ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ക്ഷീണിതരാവുന്നവർ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അതുപോലെ പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ. എവിടെ എത്തിയിരിക്കുന്നു ഈ പാർട്ടി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 6 ദിവസം ഇന്തോനേഷ്യ, 6 ദിവസം സിംഗപ്പൂർ, 2 ദിവസം UAE, അയാളുടെ കൂടെ ഭാര്യയും കൊച്ചുമകനും,
അയാളുടെ ഭാര്യയും മരുമകനും നേരത്തെ തന്നെ പിന്നെ പിന്നെ യു എയിലേക്ക് പോകുന്നു. ആരാണ് ഇയാൾ? ഇയാൾ കമ്മ്യൂണിസ്റ്റ് നേതാവാണോ, അതോ ഇയാൾ എന്തെങ്കിലും കോർപ്പറേറ്റ് കുത്തകയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കോർപ്പറേറ്റ് കുത്തകകൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അവരുണ്ടാക്കുന്ന പണം, ആ പണത്തിൽ നിന്ന് അവർ ലാഭമുണ്ടാക്കുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ സുഖിക്കുന്നു, ആർത്തുല്ലസിക്കുന്നു, അവർ അർമാദിക്കുന്നു. എന്നാൽ പിണറായി വിജയൻ ആരാണ്? പിണറായി വിജയൻ എവിടെ നിന്നാണ് പണം? പിണറായി വിജയൻ ഒരു കോർപ്പറേറ്റ് കുത്തകയുടെ ഉടമയാണോ? പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ? ആ നേതാവിന് എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് കുത്തകയെ പോലെ പെരുമാറാൻ കഴിയുക? പക്ഷേ ഇവിടെ ഒരു കോർപ്പറേറ്റ് കുത്തകളെ പോലും നാണിപ്പിക്കുന്ന നിലയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് അധപ്പതിച്ചിരിക്കുന്നു. ഈ പാർട്ടിയുടെ ജീർണത ഇതിനപ്പുറത്തേക്ക് ഇനി പോകാനുണ്ടോ സുഹൃത്തുക്കളെ? ഈ പാർട്ടി ഇതിനേക്കാൾ കൂടുതൽ ചീഞ്ഞഴിഞ്ഞ് പുഴുത്തു നാറി പുഴുവരിക്കാനുണ്ടോ എന്നാലോചിച്ച് നോക്കും നമ്മൾ. പക്ഷേ ഏറ്റവും വലിയ ഗതികേട് എന്താണ്? ഈ പറയുന്ന പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ഈ പിണറായി വിജയൻ ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ഇത്ര ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഇങ്ങനെ ആയിരുന്നോ? EMS ഇരുന്ന സ്ഥലം, ചടയൻ ഗോവിന്ദനിരുന്ന സ്ഥലം, CH കണാരനിരുന്ന ആ കസേര, അച്യുതാനന്ദനിരുന്ന കസേര, നയനാരിരുന്ന കസേര, ആ കസേരയിൽ ഇപ്പോൾ പിണറായി വിജയൻ കയറിയിരിക്കുകയാണ്. ആ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ? ഇന്ന് പാർട്ടി സെക്രട്ടറി ഇന്ന് പിണറായി വിജയൻ്റെ വെറും ഒരു എന്താണ് പ്യൂണായിട്ട് അധപ്പതിച്ചിരിക്കുകയല്ലേ? ഈ പാർട്ടിയുടെ അധപ്പതനത്തിൽ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ചിന്തിക്കാൻ കഴിയുമായിരുന്നോ സുഹൃത്തുക്കളെ? എന്ന് ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് ഗതികെട്ട ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ഈ CPMൻ്റെ അണികളോട് ആണ് എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിൽ ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ഛാശക്തി ബാക്കിയുണ്ടെങ്കിൽ ഇനിയെങ്കിലും പിണറായി വിജയൻ കാണിക്കുന്ന ഈ വൃത്തികേടിനെ, ഈ ഹീനമായിട്ടുള്ള പ്രവർത്തനത്തെ, ഈ നാണം കെട്ട നടപടിയെ എതിർക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാവണം. അത് തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ പൊതുജനങ്ങൾ പുച്ഛിക്കും, നിങ്ങളെ പൊതുജനങ്ങൾ വെറുക്കും, നിങ്ങളെ പൊതുജനങ്ങൾ ഏറ്റവും മോശക്കാരായി മാത്രമേ കാണൂ എന്ന് ഈ പാർട്ടിയുടെ ലക്ഷക്കണക്കിന് അണികളോട് മനോവ്യഥയോടുകൂടി ഞാൻ പറയുകയാണ്. കാരണം നിങ്ങളാണ് ഈ പാർട്ടിയെ വളർത്തി വലുതാക്കുന്നത്. നിങ്ങളുടെ പേരിലാണ് പിണറായി വിജയന്മാരുണ്ടാവുന്നത്. ആ പിണറായി വിജയന്മാരാണ് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഒറ്റുകൊടുത്തുകൊണ്ട് പാർട്ടിയെ വെറും ഒരു കമ്പനിയാക്കി കോർപ്പറേറ്റ് വൽക്കരിച്ച് അധപ്പതിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇതിനെതിരെ ഒരു 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 ചെറുത്തുനിൽപ്പുമായി രംഗത്ത് വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ഓർമ്മിച്ചത് നിക്കോളോ ചെഷസ്ക്യൂവിനെ കുറിച്ചിട്ടാണ്. ആ ചെഷസ്ക്യൂ 1989 ആയപ്പോഴത്തേക്കും അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹം വധിക്കപ്പെട്ടു. അത് ആ രാജ്യത്തെ കാര്യം. പക്ഷേ ഒരു ഏകാധിപതിയും കൽപ്പാന്ത കാലത്തോളം നിലനിന്നിട്ടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ചെഷസ്ക്യൂ എന്ന് നമുക്ക് പറയാവുന്ന പിണറായി വിജയൻ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഏകാധിപതികളും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടേ ഉള്ളൂ എന്നുള്ളത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏകാധിപതിയും ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്ത നിക്കോളോ ചെഷസ്ക്യൂവിനെ കുറിച്ച് ഈ വീഡിയോ അവസാനിക്കുമ്പോഴും ഞാനൊന്നുകൂടി ഓർക്കുകയാണ്. പിണറായി വിജയൻ്റെ ഇന്നത്തെ ഈ യാത്രയൊക്കെ കാണുമ്പോൾ നിക്കോളോ ചെഷസ്ക്യൂ എന്ന് പറഞ്ഞ ആ റൊമാനിയൻ ഏകാധിപതിയെക്കുറിച്ചിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്ക് ഓർമ്മിക്കേണ്ടി വരുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.